അപ്പം ഇന്ന് രാവിലെ തന്നെ ഭയങ്കര ഹറിബറി ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു. അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. വേറെ ഒന്നുമല്ല, ഇന്ന് അമ്മയുടെ കൂടെ ഹോസ്പിറ്റൽ വിസിറ്റിന് പോകേണ്ട ദിവസമാണ്. കാര്യമായിട്ട് അസുഖമൊന്നുമില്ല, നോർമൽ 3 months കൂടുമ്പോഴുള്ളൊരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ വേഗം റെഡി ആവുകയാണ്. ഇന്ന് ബുക്കിംഗ് ടോക്കൺ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ 11 മണിക്ക് മുന്നേ എത്തിയാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ വേഗം തന്നെ റെഡിയായി. പിന്നെ ഞാൻ ചുട്ടൂന് കുറച്ച് കുറുക്ക് കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അവൾ വിശക്കുമല്ലോ. രാവിലെ കുറച്ച് ദോശയൊക്കെ കഴിച്ചങ്ങ് ഒപ്പിച്ചതാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റാഗി എടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ 2 പേരും റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടി. ഒരു 10 മണി 10:15 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങാൻ നോക്കുകയാണ്. ആസ്റ്റർ മിംസിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. ചാല കണ്ണൂർ ആസ്റ്റർ മിംസിലേക്ക്. അവിടെയാണ് ഞങ്ങളുടെ ഡോക്ടർ. സോ ഞങ്ങൾ അവിടെ എത്തി. എനിക്കെപ്പോഴും മാസ്റ്റർ മിംസ് എന്ന് പറയുമ്പം ഷുട്ടൂൻ്റെ പ്രഗ്നൻസിയും കാര്യങ്ങളും അവളിവിടെ കേട്ടോ ബർത്ത് പ്ലേസ് എന്ന് പറയുന്ന മാസ്റ്റർ മിംസാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരിക. ഇതാണ് ഞങ്ങളുടെ ഡോക്ടർ അർജുൻ ആർ. അടിപൊളി ഡോക്ടർ കേട്ടോ, ഒരു രക്ഷയില്ല. എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ ഇതാ ഷുട്ടു അമ്മമ്മ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവിടെ TV-യിൽ ആനിമൽ പ്ലാനറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ വെള്ളവും ആനേനെയും ഒക്കെ കണ്ട് അതൊക്കെ നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത്ര തിരക്കുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾക്ക് എന്താ പറയുക, വാക്കിംഗ് ടോക്കൺ ആണെങ്കിലും വേഗം തന്നെ കാണിച്ചിറങ്ങാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഇതാ കാണിച്ച വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. കാരണം രാവിലെ ഭയങ്കര ഹറിബറിയായിട്ട് 2 ദോശ മാത്രം കഴിച്ച് ഓടിയതാണ്. സോ അങ്ങനെ വണ്ടി കയറിയ പാടെ ഞാൻ ഷുട്ടൂന് ഫുഡ് കൊടുത്തു. ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് റാഗിയൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അവളെ സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് എത്താറായി ആക്ച്വലി. ഇനി വീട്ടിലെത്തിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. ഷുട്ടൂനെ ഞാൻ കുറച്ച് എൻഗേജ് ആക്കി ഇരുത്തിയതാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തിയാൽ പിന്നെ എപ്പോഴൊന്നും ഉറക്കമുണ്ടാവില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. അവൾ ഓരോ കുറുമ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും കൂടെ നല്ലൊരു കട്ടൻ ചായയും വെച്ച് രാവിലത്തെ ദോശയും കുറച്ച് ഫിഷ് കറിയൊക്കെ കഴിച്ചു. അപ്പോൾ ഓക്കെ, ബായ്.